എന്നിട്ടും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് കുടുംബമുണ്ട്, എനിക്കൊരു അനിയനുണ്ട്, എനിക്കൊരു മോനുണ്ട്, എനിക്കൊരു അപ്പനും അമ്മയുണ്ട്. നിങ്ങൾ അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എനിക്ക് ജീവിക്കട്ടെ. ഇതൊന്നും ആ കുട്ടിക്കില്ലേ? ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. നമ്മൾ രാവിലെ നമ്മുടെ ഈ വിച്ചായൻ കുഞ്ഞാറ്റ ആ വിഷയം കാണുന്നവരത് കണ്ടാൽ മതി, ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുഞ്ഞാറ്റ വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞ ഒരു വീഡിയോ, അതായത് ഈ ഒരു വിഷയം നടന്നിട്ട് ആദ്യമായിട്ടാണ് ആ പെൺകുട്ടി പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതിന് പറയാനുള്ള കാര്യങ്ങളുടെ വിശദവും വ്യക്തവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് പോയി. അതിൻ്റെ പിന്നാലെ തന്നെ കുറച്ച് സമയത്തിന് ശേഷം ഇച്ചായൻ എന്ന് പറഞ്ഞ വ്യക്തി ഇട്ടൊരു വീഡിയോ, ആ വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ അവൈലബിൾ ആണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിനകത്ത് ഈ അമരെന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇത് എന്താണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചേക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങളത് പറയുക. പുള്ളി വളരെയധികം ഇമോഷണലായിട്ടാണ് സംസാരിക്കുന്നത്, എന്നാൽ ഫൈനലിൽ വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്താണ് സംസാരിക്കുന്നത് നോക്കാം. എന്റെ ലൈഫ് ഞാൻ ഒരാളെ വിവാഹം കഴിച്ചപ്പോ തൊട്ട്, അല്ലെങ്കിൽ അയാളെ നിങ്ങൾ 2019 ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത്. അതും വീട്ടിൽ നിന്ന് ഒരു കാര്യമില്ലാണ്ട് ജസ്റ്റ് എന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ, എന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ വെറും ബാഗാലെ ഇറങ്ങിപ്പോന്ന ഒരാളാണ്. ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി എന്റെ ഡിഗ്രി സപ്ലൈ കിട്ടാൻ കാരണം തന്നെ പോലീസ് സ്റ്റേഷൻ, പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനകത്ത് എത്ര പോലീസ് സ്റ്റേഷൻ കെട്ടണമല്ലോ, അതെല്ലാം അനുഭവിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ട് ഞാൻ എന്റെ ആഗ്രഹങ്ങൾ വിട്ട് എന്റെ വീട്ടുകാരെ വിളിപ്പിച്ച് എന്റെ ബന്ധുക്കളെ വിളിപ്പിച്ച് ഞാൻ ഒരു വൈദികനാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പള്ളി സെമിനാരി വരെ വന്ന് നിന്നൊരാളാണ്. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു, ഞങ്ങൾ യാക്കോബിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കാം. അതൊരിക്കലും ഒരു തെറ്റല്ലാന്ന് ഞാൻ ആ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ഞാൻ ആ പെണ്ണിന് വാക്ക് കൊടുത്തുണ്ട്. എന്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തിയെ വേണ്ടപ്പെട്ട ആൾക്കാർ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, വേണ്ടപ്പെട്ട ആൾക്കാർ എന്റെ അടുത്ത് അവൾ മരിച്ചാലും അവൾ ചങ്ങല കിട്ടാലും അവൾ എന്ത് ചെയ്താലും നീ പേടിക്കേണ്ട കാര്യമില്ല, നിനക്ക് തന്നെ കെട്ടിച്ച് തരുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരിക്കലും കെട്ടിച്ച് തരാനോ അവൾ എന്ത് ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു പെണ്ണിന് വാക്ക് കൊടുത്തതാ. ആ വാക്ക് കൊടുത്ത് ഞാൻ ഒരു വൈദികനായിട്ട് ആളുകൾക്ക് സമാധാനം കൊടുക്കുമ്പോൾ ഞാൻ എനിക്ക് ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാവോ? ഇല്ല. അതിന്റെ പേരിൽ തന്നെ ഞാൻ ആ കുട്ടികളുള്ള സ്നേഹം കൊണ്ട് തന്നെ ഞാൻ ഒന്നും കഴിക്കാണ്ട് 2019 ഞാൻ നമ്മുടെ പെരുമ്പാവൂർ എന്നെ എത്ര നേരത്തോട്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കില്ല. ഞാൻ പറഞ്ഞു എന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2018 ഞാൻ 19 ഞാൻ ചെയ്തു. എന്നിട്ട് ഹോസ്റ്റലിൽ എറണാകുളത്ത് നിന്നുകൊണ്ട് അവിടെ നിന്ന് പട്ടിയെ പോലെ ഞാൻ എത്തിയിട്ടുണ്ട്. ഈ വേണ്ട എനിക്ക് ഞാനൊരു കാര്യം പറയാം, ഞാൻ പറഞ്ഞ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നങ്ങളാവും. എനിക്ക് ഒരിക്കലും വരാൻ നാളെ എടുത്തുന്നില്ല. അപ്പോൾ ഉള്ള നാണക്കേടുകൾ മൊത്തം ആ പറഞ്ഞ വ്യക്തികൾ പറയുന്ന എല്ലാ സൈറ്റും ഉണ്ടാക്കി ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഒതുങ്ങി പോകാൻ നോക്കണം. ആ എന്നെ ഇങ്ങനെ ഇട്ട് ടോർച്ചർ ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞേ പറ്റൂ. എനിക്ക് അത്രയും വിഷമമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ടോർച്ചർ ചെയ്യുന്നുള്ള കാര്യമാണ്. ആരെ ടോർച്ചർ ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. അവർ കുറച്ചുകൂടെ എന്താണ് ഈ മനസ്സിലാക്കി സംസാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെയാണ് ടോർച്ചർ ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ ഹൈ റേഞ്ച് ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുമായിട്ട് നിങ്ങൾ രംഗപ്രവേശം ചെയ്യുന്നു. അതിനു മുമ്പ് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് നിങ്ങളുടെ രണ്ടുപേരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ അകത്ത് നടന്നിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ കുട്ടി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുനിന്ന് യൂട്യൂബിൻ്റെ അകത്ത് നടക്കുന്ന കുറേയധികം സംഭവങ്ങളൊക്കെ ഒഴിവാക്കി. അപ്പോൾ ആൾക്കാരുടെ നിരന്തരമായി ചോദ്യം വന്നിട്ടുണ്ട്, നിങ്ങൾ ഡിവോഴ്സ് ആയോ, നിങ്ങൾ ഒരുമിച്ച് വീഡിയോ വരുന്നില്ല, ഒന്നുമില്ല, എന്ത് പറ്റി എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് അവർ കമ്മ്യൂണിറ്റി പോസ്റ്റ്, സാധാരണ രീതിയിലാണെങ്കിൽ ഒരു റീച്ച് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പ വഴി ഒരു വീഡിയോ ചെയ്യുകയാണ്. അവരത് ചെയ്യാതെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അകത്ത് ഞാൻ സൂയിസൈഡ് ആത്മഹത്യ ഞാൻ സ്വീകരിച്ചില്ല, പകരം ഞാൻ ഡിവോഴ്സ് എടുത്തു എന്നുള്ളതാണ്, അപ്പം ആ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം ഇട്ടു. അതിന് പിന്നാലെ നിങ്ങൾ ഹൈ റേഞ്ച് ഫാമിലി എന്നുള്ളൊരു ചാനൽ വരുന്നു. എനിക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം, ഞാനിപ്പോൾ ശ്രദ്ധിച്ച കാര്യമാണ്, നിങ്ങൾ ആ വീഡിയോയിൽ ഉടനീളം പറയാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നുള്ള വ്യക്തി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് പോലത്തെ ഒരു മുന ഇങ്ങനെ വെച്ചാണ് പോകുന്നത്. ആ കമൻറ്റ് ബോക്സ് ഉടനീളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന ടോർച്ചർ മൊത്തം ആ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഏതാണ്ട് കുറേ കമൻറ്റുകളും ഈ പറഞ്ഞ പെൺകുട്ടിക്ക് എഗെയിൻസ്റ്റ് ആണ്. അവളെ കണ്ടാലേ അറിയാം, അവളുടെ കരച്ചില്, അവളുടെ നാടകം, അവൾക്ക് ജോലി കിട്ടിയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം വരെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഓരോ വീഡിയോയ്ക്ക് ഒരു 3 വീഡിയോ വെച്ചിട്ടാണെങ്കിലും അവർ തിരിച്ചു വന്നിട്ട് മറുപടി പറയേണ്ടതല്ലേ? അപ്പോൾ ഒരേ ഒരു വീഡിയോ മാത്രം വന്ന സമയത്ത് എന്തിനാണ് ഇത്ര പൊള്ളാണ്ടിരിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് മാത്രം എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞതെല്ലാം നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് പോവുക, അതിനപ്പുറത്തേക്ക് അവരൊന്നും ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറയുന്നത് ഇനിയൊരു വീഡിയോ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ടോർച്ചർ എന്നാണ് പറയുന്നത്. എനിക്ക് അത്രയും വിഷമമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ആ വ്യക്തി വീഡിയോ പറഞ്ഞത് എന്റെ കൂടെ ജീവിതത്തിൽ വൈറലായിട്ട് എനിക്കൊരു പുഷ്ടമില്ല. പിന്നെ 2023 ഈ പറയുന്ന വ്യക്തി കാണിച്ച തെണ്ടിത്തരം എന്നാന്നുള്ളത് ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാം. എന്റെ തെളിവുകൊണ്ട് ഞാൻ ആളുകളെ വെച്ച് ഞാൻ വീഡിയോ ചെയ്യും. ഈ പുള്ളിക്കാരത്തിൽ കാണിച്ച പരിപാടിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഈ വ്യക്തി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, അംഗീകരിക്കുന്നു. ഇവിടെയാണ് റിവഞ്ച് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് പുള്ളിക്കാരൻ പറഞ്ഞ് ഞാനെങ്ങാനും തുറന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ പുള്ളിക്കാരത്തിയുടെ ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പുറത്ത് വിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. പുള്ളി ഇത് തന്നെയാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, അഥവാ പുള്ളിക്കാരത്തി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരനെല്ലാം വിളിച്ച് പറയുന്നത് എന്ത് പറയുമെന്നുള്ളതാണ്.
കരിക്കുന്നു. 2023 ഈ പറയുന്ന വ്യക്തി ഡിവോഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ പുള്ളിക്കാരി അതിന്റെ പൈസ ഈ പുള്ളിക്കാരൻ ഉണ്ടാക്കിയ എന്റെ വീട്ടിൽ തന്നിട്ടുണ്ട്. എന്റെ വീട്ടുകാരാണ്, എന്റെ അപ്പനും അമ്മയുമാണ്. എന്റെ അപ്പനും അമ്മയാണ് ഇവിടെ കൈ കാണിച്ചു ഇവിടെ ഒറ്റപ്പാട് ഉണ്ടാക്കി ചാവും അത് ഇതെന്ന് പറഞ്ഞപ്പോൾ എന്റെ അപ്പനും അമ്മ പറഞ്ഞു മോളെ അവനൊരു അവസരം കൊടുക്കുക, അവനൊരു അവസരം കൊടുക്കുക. പറ്റിപ്പോയതായിരിക്കാം. കാരണം ഞങ്ങൾ ജീവിച്ചപ്പോൾ തൊട്ടുണ്ടായ അനുഭവങ്ങൾ എന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം, എന്റെ കൂട്ടുകാർക്ക് അറിയാം, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ പറയുന്ന വ്യക്തിക്ക് ചങ്ങി കൈകെട്ടി പറയാൻ പറ്റുമോ? ഒരു തുള്ളി പോലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ചങ്ങി കൈകെട്ടി പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. അറിയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. നീ പിന്നെ ഈ പറയുന്ന വ്യക്തി ഒരു എന്താ പറയാ, ഈ പറയുന്ന വ്യക്തി പോസ്റ്റ് ഇട്ടു. ഓഗസ്റ്റ് 4-ാം തീയതി ആണ് പ്രശ്നം. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ ചാറ്റ് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ലീഗിൽ വന്ന് ഞാൻ കാണിച്ചു തരാം. എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പലരും ഞാൻ കേൾപ്പിച്ചു തരാം. കാണിച്ചു തരാം. ഞാനൊരു കാര്യം എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം തരാം, ഞാനൊരു ഒരാളെ ഇത് കാണിച്ചു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പേജായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നടന്നില്ല. ഈ പറയുന്ന വ്യക്തിയാണ് വേറെ ആരെങ്കിലും ഞാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്താൽ ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ കുട്ടികളും നിമിത്തം ഞാൻ ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പോകാം, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെയ്തേ ഞാൻ അനുഭവിച്ചോളാം. പക്ഷേ ഈ കാർഡ് അടച്ച് വെടിവെക്കുന്ന ലീഡർ വർത്താനം പറഞ്ഞു നിന്നാൽ ഇനി ഞാൻ സഹിച്ചോണ്ടിരിക്കില്ല. ആർക്കും വേണ്ടി ഞാൻ സഹിച്ചോണ്ടിരിക്കില്ല. ഞാൻ 8 വർഷം 10 വർഷം ഞാൻ സഹിച്ചു. ഞാൻ ഇപ്പം ഒച്ച പറയാനാന്ന് വെച്ചാൽ അത്രയും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ ഇദ്ദേഹം ഈ ഒരു 8-10 വർഷമായിട്ട് ഇവരെ വിവാഹം അത്രയും വർഷമായിരുന്നു കല്യാണം എനിക്കറിയത്തില്ല, അത്രയും വർഷമായിട്ടും ഇദ്ദേഹം അനുഭവിച്ചു എന്നാണ് പറയുന്നത്. എന്തിന്? ഈ പുള്ളിക്കാരത്തി കൊള്ളത്തില്ല, ഈ പുള്ളിക്കാരത്തി മോശമാണ്, ഈ പുള്ളിക്കാരത്തിൻ്റെ കൂടെയുള്ള ലൈഫ് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ കാര്യത്തിന് നിങ്ങളോടും പറയുന്നത് നിങ്ങൾ എന്തിനാണ് സഹിച്ച് നിൽക്കേണ്ടി വരുന്നത്? ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ അകത്തോ എന്ത് ബന്ധത്തിലായിക്കൊണ്ട് പോട്ടെ, നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമ്മളവിടെ വിട്ടു പോവുക. അത് താങ്കൾക്കും പറ്റുമായിരുന്നല്ലോ. ഇതിങ്ങനെ ഇമോഷണലായിട്ടാണ് ഈ ഒരു കാര്യം പൊക്കോണ്ടിരുന്നത്. ഇതിന് അടുത്ത് നെക്സ്റ്റ് ഈ പറയുന്ന വ്യക്തികൾക്ക് ഈ പറയുന്ന ഞങ്ങൾ ഇങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുമെന്ന് പറഞ്ഞ് ഇത് പോയി കൊടുത്താൽ നിങ്ങൾ ചെയ്തത് എന്താ? നിങ്ങൾക്ക് കേസായിട്ട് പോകാൻ പാടില്ലായിരുന്നോ? എന്നെ ജയിലിൽ പിടിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അനുഭവിച്ച് തീർത്തേനല്ലോ. ഞാൻ ചെയ്താന്ന് ഓർത്ത്. പക്ഷെ നിങ്ങൾ പോവാത്ത എന്തിയേ? നിങ്ങൾ പോയിക്കോ. പക്ഷെ ഒരു മനുഷ്യന് ഇങ്ങനെ ഇതാക്കല്ലേ. എനിക്ക് ഞാൻ സത്യമായിട്ട് ഞാൻ പറയുന്നു. പിന്നെ കൊച്ചിന്റെ കാര്യം പറഞ്ഞൊരു കാര്യമുണ്ട്. കൊച്ചിനെ വിടുന്നില്ല എന്ന്. അവനെ ഞാൻ ഓഗസ്റ്റ് 20 എന്റെ ബർത്ത്ഡേ. നിങ്ങൾ നോക്കെന്റെ കയ്യ്, ഇത് നോക്കെന്റെ കയ്യ്. ഞാൻ കൈ മുറിച്ചു തന്നെയാ. അത്രയും ബുദ്ധിമുട്ട് ഞാൻ മുറിച്ചു തന്നെയാ. അത് കഴിഞ്ഞ് ഞാൻ അത്രയും 2 ആഴ്ച എനിക്ക് അത്ര വയ്യാണ്. കാരണം ഞാൻ ചെയ്ത തെറ്റിന്റെ സമയത്തല്ല ഈ പോയത് ഇയാള്. എല്ലാം ചെയ്ത് ഞാൻ എല്ലാം വേണ്ടാന്ന് വെച്ച് ഞാനൊരു നല്ല വ്യക്തിയാകാൻ വേണ്ടി ശ്രമിച്ച് അതാകാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ ഞാൻ ഉറപ്പായിട്ട് ഞാൻ എടുത്തിട്ട് പറയും. സത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ പറയും. എങ്ങനെ ഞാൻ അങ്ങനായി, ഞാൻ അനുഭവിച്ച ടോർച്ചർ, ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, ഇതെല്ലാം ഞാൻ സത്യമായിട്ട് ഞാൻ വിളിച്ചു പറയും. ഇതിന്റെ പേരിൽ എനിക്ക് കേസ് വന്നാൽ തൂക്കി വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇനി അനുഭവിക്കാനും ഇനി ഒന്നുമില്ല. എനിക്കിനി ഒന്നും പോകാനുമില്ല. ഞാനിനി ഒന്നും ഉണ്ടാക്കാനും എനിക്കില്ല. കാരണം എന്റെ പേരിലും ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയാ കൈമുറിച്ചു. 20-ാം തീയതി എനിക്ക് എന്റെ കൊച്ചിനൊന്ന് കാണാൻ പറഞ്ഞായിരുന്നു. എനിക്ക് ഈ പറയുന്ന വ്യക്തിയെ വീട്ടിൽ പുള്ളിക്കാരൻ കൈമുറിച്ചു, അതായത് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്നുള്ളതാണ്. കൈമുറിച്ചല്ല പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അത് നടത്തിയിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ ഇതിനകത്ത് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ തുറന്ന് പറയും, ഇനി അത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ജനങ്ങൾ അറിയാനുണ്ട്, ഇത് ഇങ്ങനെ എന്തോ വലിച്ചു കീറും എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ കേസ് കൊടുത്തുകൂടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തെന്നുള്ള. അതായത് ഒരു വീഡിയോ ഇട്ടതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എന്താ? അവിടെ ഡ്രാഗ് ചെയ്ത് ആ പെൺകുട്ടിയെക്കുറിച്ച് മോശമായിട്ടുള്ള അപഖ്യാതികൾ മൊത്തം പറയുകയും അതിനെ മൊത്തത്തിലൊരു മോശപ്പേരുണ്ടായിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ആ സമയത്ത് പോലും ഒരു സംയമനം പാലിച്ച് അവർ ഈ നിമിഷം വരെ വീഡിയോ ഇട്ടില്ല. കഴിഞ്ഞ ദിവസം ആ ഒരു നഴ്സറിയിൽ പോയി ആ കുട്ടിയെ കാണാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അതിനുശേഷം ആൾക്കാർ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ ഇമോഷണലി വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സംഭവം കണ്ട് കമൻറ്റ് ബോക്സ് മുഴുവൻ ഒരു അച്ഛൻ്റെ വേദനയെക്കുറിച്ച് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് കണ്ട സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കും അവരെന്ത് മഹാഭാവം ചെയ്തിട്ടുള്ളതാണെന്ന്. സംഭവം അങ്ങനെയല്ലല്ലോ. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്ത് അവിടെ കയറി പോവുകയും അതിന് മുമ്പ് തന്നെ ഒരു സുഹൃത്തിനെ അയച്ചിട്ട് ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിയമപരമായിട്ട് നിലനിൽക്കുന്ന കാര്യം ഒന്നുമല്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ പറയുന്ന വ്യക്തി ആ വീട്ടിൽ ഞാൻ പോയാ ഞാൻ കേസ് കൊടുക്കില്ല എന്ന് പറഞ്ഞ ഉറപ്പുണ്ടോ? ഈ പറയുന്ന വ്യക്തികൾ പറഞ്ഞൊരു കാര്യമുണ്ട് വക്കീലിന്റെ അടുത്ത്. ഞാൻ എന്റെ 3 വയസ്സായ കൊച്ചിന് മദ്യം കൊടുത്തുന്ന്. എന്താ പറയാ, ഇതെന്താ പറയാ? ഞാൻ 3 വയസ്സായ എന്റെ കൊച്ചിന് ഞാൻ മദ്യം കൊടുത്തു എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സൈറ്റിൽ ഓർത്തിരിക്കുന്നത് ഞാൻ എങ്ങനെ വിശ്വസിച്ച് ആ വീട്ടിൽ പോകും? ഇവർ പറയില്ല ഞാൻ ഇവരുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവർ കേസ് കൊടുക്കില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ ഇങ്ങനെ എന്റെ കൊച്ചിനെ പോയി കാണും. അങ്കമാടിയിൽ ഇവർ വിടുന്നില്ല. ഇവർ പറഞ്ഞല്ലോ ഞാൻ വക്കീലിനെ വിളിച്ചപ്പം ഞാൻ ഒപ്പിട്ട് കൊടുക്കട്ടെ എന്നിട്ട് കാണാന്ന്. ഇവർ ഒപ്പിട്ട് കൊടുക്കും, ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ട് കാണാന്ന്. എന്തായാലും ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്നെ എന്താ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അദ്ദേഹം ഈ പറഞ്ഞ സംഭവത്തിന്റെ അകത്ത് ഇവിടെ ഒരു ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമുള്ളതെന്ന് വെച്ചാൽ പുള്ളി പറയുന്നു വക്കീലിനെ വിളിച്ച സമയത്ത് കുട്ടിയെ കാണിക്കാത്തതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്താലേ കാണിക്കുള്ളൂ എന്തോ പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും സംഭവം മ്യൂച്വലായിട്ട് ഈ പറഞ്ഞ ഡിവോഴ്സിന് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. നിലവിൽ ആ പെൺകുട്ടി അവരുടെ വേറെ ജീവിതത്തിലേക്ക് പോയി എന്നുള്ള കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞു. അവർ താല്പര്യമില്ല, ഈ ഒരു ബന്ധത്തിൻ്റെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം നിങ്ങളും കേട്ടു. അത് കോർട്ടിലേക്കോ മറ്റുള്ള സംഭവങ്ങൾ അഡ്വക്കേറ്റ് മുഖാന്തരം പോയിട്ടുണ്ടാകും. അപ്പോൾ അതിന് ഇദ്ദേഹം കൂടെ ഒപ്പിടണമല്ലോ. സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് രണ്ട് വ്യക്തികളും പോകണം. കൗൺസിലിംഗ് ഉണ്ടാകും, ഇതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ടാകും. അതിന് ഒപ്പിട്ട് കൊടുക്കണം. ഇദ്ദേഹം ഒപ്പിട്ട് കൊടുത്തിട്ടില്ല.
അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം പറയുന്ന ഈ സമയത്ത് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത് തന്നെ താല്പര്യമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ പുള്ളിയും പറഞ്ഞാൽ ഇത്രയും നാൾ ടോർച്ചറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒപ്പിട്ട് കൊടുക്കില്ലേ വേണ്ടത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഒപ്പിട്ട് കൊടുക്കാതിരിക്കുന്നത്? അവർക്ക് ഡിവോഴ്സ് കിട്ടാൻ പാടില്ല, അപ്പം ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ള ദുർവാശിയിലാണ് താങ്കൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾ ഇവിടെ വന്നിരുന്നിട്ട് ഇനി ഇത് നിങ്ങൾ കേസ് കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ ആ കേസല്ലേ അവർ കൊടുത്തേക്കുന്നത്. അവർ സംഭവം ഡിവോഴ്സ് താല്പര്യമില്ല, അവർ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം എന്നുള്ള കേസ് കൊടുത്തേക്കുമല്ലേ. ആ ഒരു സാധനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്ത് അതിന് രണ്ട് വഴിക്ക് പോവുക. പിന്നെ അല്ലെങ്കിലും നിങ്ങൾക്ക് അവരുടെ വീട്ടിലേക്ക് എങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റും? വീട്ടിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും അതൊക്കെ ഇനി നിയമപരമായിട്ട് എന്തൊക്കെ പറയാൻ പ്രശ്നങ്ങൾ എന്നാ സംഭവിക്കും? എന്ത് വേണമെങ്കിലും നിങ്ങൾ പുറത്തോട്ട് വിട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കൊരു കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ ഒരാളെ കൊന്നിട്ടില്ല, ഒരാളെ പീഡിപ്പിച്ചിട്ടില്ല, ഒരാളെ വീട്ടിൽ നിന്ന് മോഷിച്ചിട്ടില്ല, ഒരാൾക്കൊരു നാശമെന്ന രീതി ചെയ്തില്ല, ഒരാൾക്കൊരു നാണക്കേട് ഉണ്ടാവുന്ന രീതിയിൽ ഇന്നേ വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് കുടുംബമുണ്ട്, എനിക്കൊരു അനിയനുണ്ട്, എനിക്കൊരു മോനുണ്ട്, എനിക്കൊരു അപ്പനും അമ്മയുണ്ട്. നിങ്ങളത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എനിക്ക് ജീവിക്കട്ടെ. ഇതൊന്നും ആ കുട്ടിക്കില്ലേ? ആ കുട്ടിയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, അവർക്കും മാമോനുണ്ട്, സമൂഹമുണ്ട്. അവർക്ക് ജീവിക്കണ്ടേ? നമുക്ക് മാത്രമാണല്ലോ ഉള്ളത്. ടോർച്ചർ ചെയ്യുമ്പോ കൊള്ളുന്ന മൊത്തം എനിക്കാ. ഞാൻ ഒരാളെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന അഗ്നിയറ്റം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അഗ്നിയറ്റം ഇവരെല്ലാവരും കൂടി എന്നെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ ആരും കാണുന്നില്ലേ? എനിക്കൊരാമത് ബുദ്ധിമുട്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കാതെ എന്റെ കൈ വിട്ടുപോയി തുടങ്ങി. കേട്ടോ, എന്റെ കൈ വിട്ടുപോയി തുടങ്ങി. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളായിരിക്കാം ഇത്രയും വൈകാരികമായിട്ട് അതിവൈകാരികമായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്രയും അതിവൈകാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവരുടെ സൈഡിൽ ഒരേ ഒരു വീഡിയോ വന്നിട്ടുള്ളൂ. ആ വീഡിയോക്കകത്ത് അവർക്ക് അനുഭവിക്കാൻ എന്തുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ നിന്ന് പോകേണ്ടി വന്നു എന്നുള്ള സാഹചര്യങ്ങളുടെ ഒരു ഔട്ട്ലെയർ മാത്രമാണ് കുട്ടി പറഞ്ഞേക്കുന്നത്. വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു ഔട്ട്ലെയർ മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി, വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പോയി ഈ പറയുന്ന വയറിലും എന്തും ഇത് വേണമെങ്കിലും ഞാൻ എടുത്തു വെക്കും. എന്റെ കൈ വിട്ടു പോയി തുടങ്ങിയോണ്ടാ പറയണേ. എന്റെ കൈ വിട്ടുപോയി. ഞാൻ മനുഷ്യനാണ് നിങ്ങൾ ഓർക്കുക. തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ തെറ്റുകൾക്ക് കാരണമുണ്ട്. ആ തെറ്റ് ഞാൻ അനുഭവിച്ച ടോർച്ചറുണ്ട്. സത്യമായിട്ട് ഞാൻ പറയുക, ഞാനൊക്കെ എല്ലാവരും കരുതിയൊരു വ്യക്തല്ല. എനിക്ക് കുടുംബം ഉണ്ടാവുന്നത് മാത്രം ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. എനിക്ക് എന്റെ അപ്പനമ്മയ്ക്ക് കൊടുത്ത വാക്കോടെ ഞാൻ ഭരിക്കാണ്ടിരിക്കുന്നത്. കേട്ടോ, മനസ്സിലാക്കിക്കോ എല്ലാവരും. ഞാൻ ഇനി ഒരു വാക്ക് മിണ്ടിയ, ഇനി ഒരു വാക്കാണെങ്കിലും മിണ്ടി എന്റെ അടുത്ത് പറഞ്ഞു വന്ന സത്യമായിട്ട് ഞാനിത് ഉറപ്പായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ചു പറയും. എന്റെ വീട്ടുകാരും വിളിച്ചു പറയും, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വിളിച്ചു പറയും. ഇത് ഞാൻ വെറുതെ പറയാനല്ല. അതായത് ഇനി അദ്ദേഹത്തിനെ കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, ഇനി കുഞ്ഞാറ്റയോ അവരാരെങ്കിലും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇത് ചെയ്യുമെന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ എന്തുകൊണ്ട് നിയമപരമായിട്ട് നീങ്ങുന്നില്ല? അനാവശ്യമായിട്ടാണ് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളത്തരമാണ്. മോശമായിട്ട് തന്നെ മനഃപൂർവ്വം ഡീഫെയിം ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുകയാണെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടല്ല നീങ്ങേണ്ടത്. അവരോടത്ത് ഇനി ഇങ്ങനെ ഈ ചാനലിലൂടെ ഒക്കെ കയറുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് വെല്ലുവിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഇനി ചെയ്തു കഴിഞ്ഞാൽ കാണിച്ചു തരാമെന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നത് എത്രമാത്രം മോശമാണ്. കേട്ടോ, ഇത് ഞാൻ വെറുതെ പറയണല്ല, ഞാൻ വിളിച്ചു പറയും. ഇത് അവസാനമായിട്ടുള്ള ഇതാ കേട്ടല്ലോ, അവസാനമായിട്ടുള്ള എന്റെ. പിന്നെ നീ അങ്ങനെ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞേക്കുന്ന ആളുകളെല്ലാം കൈവെച്ച് പറയണം. എല്ലാ തെറ്റും എന്റെ ഭാഗത്താ. ഞാൻ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയും, ഒരാൾക്കൊരു ദോഷം എന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല. അത്ര എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൂ. കേട്ടല്ലോ, ഇത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ബാക്കി നോക്കിക്കോ, ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിക്കോ. ബാക്കി തെളിവുകൾ കാര്യങ്ങളായിട്ട് ഞാൻ വരാം. കേട്ടോ, ഞാൻ വരാം. വികാരഭരിതനായി പോയി പെട്ടെന്ന്. ഞാൻ വീഡിയോ ഇപ്പം ആള് നോർമലായിട്ട് സംസാരിക്കുകയാണ്. കുറച്ച് മുമ്പ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ ഞാൻ തെളിവുകളായിട്ട് വീണ്ടും വരാമെന്ന്. അപ്പം ഇദ്ദേഹം തെളിവുകളുമായിട്ട് മറ്റുള്ള പല കാര്യങ്ങളായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയത്. എന്റെ കൂട്ടുകാരെ കൊണ്ടിട്ട് വിളിച്ചോണ്ട് കടയിലേക്ക് വണ്ടിക്കകത്തിരിക്കുവായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ എന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ എന്റെ കൂട്ടുകാരൻ അക്ഷയ എന്നിട്ടാണ് എനിക്ക് കൊച്ചിന്റെ ആവശ്യത്തിന് തന്നെ എന്താ പറയുക. എനിവേ, നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയുക. നിയമപരമായിട്ട് നീങ്ങേണ്ട കാര്യങ്ങൾ നിയമപരമായിട്ട് നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അത് അതിവൈകാരികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം പർപ്പസ്ഫുള്ളി ഈ പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ എന്തൊക്കെയോ ഇനി ഈ ഒരു വീഡിയോ വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് നഷ്ടപ്പെട്ട ക്രെഡിബിലിറ്റി. ഞാനിത് മുൻപേ എൻ്റെ 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള, എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ കയ്യിൽ, യൂട്യൂബേഴ്സിൻ്റെ കയ്യിൽ. അപ്പോൾ ആ ഒരു സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത് വെച്ചാൽ അത് ഹ്യൂമാനിറ്റിയുടെ ഇതിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും ആരും അത് എടുത്ത് വെളിയിലിടാത്തത്. കാരണം അത്രത്തോളം അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ എല്ലാവരും അങ്ങനെ നിൽക്കവേ ഇദ്ദേഹം അതിനൊക്കെ വിട്ടിട്ട് ഈ പെൺകുട്ടിയുടെ പുറകെ നടക്കാതെ അദ്ദേഹത്തിൻ്റെ ലൈഫ് നോക്കി അദ്ദേഹത്തിന് മര്യാദയ്ക്ക് വെക്കൂടായിരുന്നോ? ഇദ്ദേഹം തന്നെയാണ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒരു വിഷയം നിരന്തരമായിട്ട് നിലനിർത്തിക്കൊണ്ടേ പോകുന്നത്. അവിടെ എല്ലാം ആ കുട്ടിക്ക് ഒരു ബാഡ് മാർക്കായിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഒഴിവാക്കിയിട്ട് അവരവരുടെ ജീവിതം ജീവിക്കുക. ഇപ്പോഴേ എനിക്ക് പറയാനുള്ളത്, പുള്ളിക്കാരൻ്റെ ലൈഫ് നോക്കി പോകണം, അവരുടെ ലൈഫ് നോക്കി പോകണം. ഇനി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നെങ്കിൽ ഡിവോഴ്സ് ആണെങ്കിൽ അങ്ങനെ പോകണം.
ഇത് അതിനപ്പുറത്തേക്ക് ഇങ്ങനെ നടന്നിട്ട് ഈ അതിവൈകാരികമായിട്ട് ഇങ്ങനെ നടന്ന് പ്രതികരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പുള്ളി തന്നെ പറയുന്നുണ്ട് മരണഭീഷണി, ആത്മഹത്യാ ഭീഷണി, അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇനി എല്ലാം വിളിച്ച് പറയുമെന്നുള്ള കാര്യം, ആ കുട്ടിയുടെ ഇതിനകത്തൊരു ത്രെട്ട്, ഇതൊക്കെ നിൽക്കുന്നുണ്ട്. നിയമപരമായിട്ട് ഈ ഒരു സാധനമൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എന്തായിട്ടൊക്കെ വരുന്നു എന്തോ അറിയത്തില്ല. എന്താണെങ്കിലും ഈ കാണിച്ചേക്കുന്ന ആക്ട് നിങ്ങൾ കണ്ടല്ലോ. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന കേസ്. ബൈ.